പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. സ്നേഹത്തിൽ പറഞ്ഞിടും, സ്നേഹത്തോടെ നൽകിയിടും, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. സ്നേഹത്തിൽ പറഞ്ഞിടും, സ്നേഹത്തോടെ നൽകിയിടും, സ്നേഹത്തോടെ അല്ലാതെ പെരുമാറുകയില്ല. പുതിയൊരു ജീവിതമിനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും, ഞങ്ങൾ സ്വർഗമൊരുക്കിയിടും. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കുടുംബജീവിതം, ക്രിസ്തീയ കുടുംബ ജീവിതം. ഇതിനെക്കുറിച്ച് ലേഖനങ്ങളിലും ബൈബിളിലെ വിവിധ ഭാഗങ്ങളിലും കുടുംബജീവിതത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 3-ാം അധ്യായത്തിൽ 18 മുതലുള്ള വാക്യങ്ങളിൽ പറയാണ്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിന് ഉചിതമാവുമണ്ണം കീഴടങ്ങും. കീഴടങ്ങുമ്പോൾ അടിമയെപ്പോലെ കീഴടങ്ങുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഭാര്യയെ അടിമയാക്കി വെക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ വചനം പലരും ഉപയോഗിക്കാറുണ്ട്. ഭർത്താക്കന്മാർ വഴക്കുണ്ടാകുമ്പോൾ നിനക്കറിയില്ലേ ഭാര്യ കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ അവിടെ ഒരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ പുരുഷനും സ്ത്രീയും ഒരുപോലാണെങ്കിലും കുടുംബജീവിതത്തിൻ്റെ തലയാക്കി പുരുഷനെ ദൈവം വച്ചിരിക്കുമ്പോൾ ഒരു അധികാരം ദൈവം വെച്ച ഒരു അതോറിറ്റിയാണ്, അത് ദൈവം വച്ചിട്ടുണ്ട്. അപ്പം തന്നെ അതുകൊണ്ടാണ് ഇവിടെ കീഴടങ്ങാൻ പറയുന്നത്. പക്ഷെ അവിടെ പറയുകയാണ് കർത്താവിനുചിതമാവണ്ണം കീഴടങ്ങും എന്ന് പറഞ്ഞാൽ അടിമയാകുക എന്നല്ല എൻ്റെ അർത്ഥം, സ്നേഹത്തിൽ കീഴ്പ്പെടുക എന്നുള്ളതാണ്. അതാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഭർത്താക്കന്മാരെ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പം തന്നെ ഭർത്താക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കുക വേണം. അവരോട് കയ്പായിരിക്കരുത്. ഒരിക്കൽ പോലും ഭാര്യമാരോട് കയ്പായിരിക്കരുത്. എന്ത് ചെയ്യണം? സ്നേഹത്തോടെ ഇരുന്നാൽ വാസ്തവമായിട്ട് എന്താ സംഭവിക്കുന്നത്? കർത്താവിന് ഉചിതമാവണ്ണം സഹോദരിമാർ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരിക്കും, സ്നേഹത്തിൽ കീഴ്പ്പെട്ടിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത് കർത്താവിന് ഉചിതമാവണ്ണം. അവിടെ ആ വാക്ക് നമ്മൾ മാറിപ്പോകരുത്. കീഴ്പ്പെട്ടിരിക്കൂ എന്ന് പറയല്ല, കർത്താവിന് ഉചിതമാവണ്ണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. കർത്താവ് അങ്ങനെയാണ് വ്യവസ്ഥ വെച്ചേക്കുന്നത്. പുരുഷനും സ്ത്രീയും ദൈവസന്നിധി വ്യത്യാസമൊന്നുമില്ല. പക്ഷെ കുടുംബജീവിതം വരുമ്പം കുടുംബത്തിൻ്റെ നാഥനായി തലയാക്കിയ പുരുഷനെ ദൈവം വച്ചിരിക്കുന്നു. എന്നിട്ട് പറയണം, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിക്കും. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ മക്കൾ എന്ത് ചെയ്യണം? അമ്മയപ്പന്മാരെ സകല വിഷയത്തിലും അനുസരിക്കണം എന്നാണ് പറയുന്നത്. ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരം. ഇതെല്ലാം ഒരു വ്യവസ്ഥ എന്നാന്ന് ചോദിച്ചാൽ,
മക്കളെ വലിയ വിറകെടുത്ത് അടിക്കുകയും ഭയങ്കര ഉപദ്രവിക്കുകയും എപ്പോഴും കിട്ടും അതല്ല മക്കൾ മുടി ഒന്ന് വളർത്തി അപ്പത്തിന് പ്രശ്നം, എല്ലാത്തിനും വഴക്ക് പറയുന്ന, അങ്ങനെയല്ല. അതല്ല. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കണം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കൂടെ വേണം. അതാണ്. എന്നിട്ട് അതുകൊണ്ടാണ് പറയുന്നത് 21-ാം വാക്യം അതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ഈ ഒരു ഭാഗം വായിച്ചിട്ട് മറ്റേ ഭാഗം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കത്തില്ല. ഈ കർത്താവ് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ അനുസരിപ്പീൻ, ഇത് കൊണ്ട പ്രസാദമാണെന്ന് നമ്മൾ പറയുമ്പം തന്നെ അതിന് തൊട്ടടുത്ത വചനം പറയാണ്, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കൾ അധൈര്യപ്പെടാതെ ഇരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അവരെ കോപിപ്പിക്കരുത്. ആവശ്യമില്ല ചുമ്മാ ടെൻഷൻ പിടിപ്പിക്കരുത്, ചുമ്മാ വഴക്ക് പറയരുത്, അതിന് തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കുറ്റം പറയരുത്. ആ പ്രായത്തിൽ നമ്മൾ എങ്ങനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് കുഞ്ഞുങ്ങളോട് പെരുമാറണം. അവർക്ക് സ്നേഹം ആവശ്യമാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം, കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം നഷ്ടപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലും 5-ാം അധ്യായത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നു. 22 മുതലുള്ള വാക്യങ്ങളിൽ ഭാര്യമാരെ കർത്താവിനെന്തുപോലെ സ്വന്തം ഭർത്താക്കന്മാർ കീഴടങ്ങി. അവിടെ പറയുമ്പം ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അവിടെ പറയാം കർത്താവിന് എങ്ങനെ കീഴ്പ്പെടുന്നു അതുപോലെ കീഴ്പ്പെടാൻ പറയാം. കർത്താവിന് നമ്മളെങ്ങനെ കീഴ്പ്പെടുന്നത്? സ്നേഹത്തിലാണ്. അങ്ങനെ കീഴ്പ്പെടാനാണ് പറയുന്നത്. കീഴടങ്ങുവീൻ എന്നുള്ള പറയാം. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നു. ക്രിസ്തു സഭയുടെ തലയാണ്, നമ്മളെല്ലാം അതിൻ്റെ അവയവങ്ങൾ ആകുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. അപ്പോൾ അതോറിറ്റി ആ പുരുഷന് കൊടുക്കുകയാണ്. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും എന്ത് ചെയ്യണം? ഭർത്താക്കന്മാർക്ക് വാസ്തവമായി കീഴടങ്ങണം. ഉചിതമാവണം, ദൈവത്തിന് ഉചിതമാവണം, കീഴടങ്ങി ഇരിക്കണം. എന്നിട്ട് പറയാം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കാതെ കീഴ്പ്പെടണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെ സ്നേഹിക്കണം. പുരുഷന്മാർ ആ ദൗത്യം മനസ്സിലാക്കണം. ഭാര്യമാരെ സ്നേഹിക്കണം. എങ്ങനെയാണ്? അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു യേശുക്രിസ്തു. ഔവണ്ണം തന്നെ ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കണം. അപ്പം ഭാര്യ അടിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും സ്വന്തം ശരീരത്തെ അടിക്കാറുണ്ടോ? അപ്പോൾ ഭാര്യയെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എന്നുവെച്ചാൽ ഭാര്യ അടിക്കുന്നവൻ തന്നെത്താൻ അടിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്നിവിടെ പറയുകയാണ്. ആരും തൻ്റെ ജഡത്തെ ഒരു നാളും ഭജിച്ചില്ലല്ലോ. അതിൻ്റെ 33-ാമത്തെ വാക്യത്തിൽ, എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും താൻ്റെ ഭാര്യയെ എന്ത് ചെയ്യണം? തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കേണ്ടത്. ഓഫീസിലുള്ള ആളോടല്ല കൂടുതൽ ഫോൺ ചെയ്യേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളോടല്ല കൂടുതൽ ഫോൺ ചെയ്യേണ്ടത്, ഭാര്യയോട് അടിക്കണം കൂടുതൽ സംസാരിക്കേണ്ടത്, കൂടുതൽ ആശയവിനിമയം ചെയ്യേണ്ടത്. അതാ ദൈവത്തിൻ്റെ ഹിതം. എന്ത് ചെയ്യണം? ഓരോരുത്തരും താൻ്റെ ഭാര്യയെ വേണം, കൂട്ടുകാരൻ്റെ ഭാര്യയല്ല. താൻ്റെ ഭാര്യയെ എന്ത് ചെയ്യണം? തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടണം. അപ്പം ഭയമൊക്കെ കുറഞ്ഞു പോയി. സ്നേഹത്തിലുള്ള ഭയത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ഇതൊരു അടിമത്തമല്ല കുടുംബജീവിതം എന്ന് നാം മനസ്സിലാക്കണം. 1 പത്രോസ് 3 പറയുകയാണ്, അവിടെയും ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർ കീഴടങ്ങി. ഇതേത് ഭാഗം വായിച്ചാലും പുരുഷനാണ് ആ കുടുംബത്തിൻ്റെ തല. ഭാര്യയെ കീഴ്പ്പെടാൻ പറയാം. പക്ഷേ കർത്താവിന് ഉചിതമാവണ്ണമേ കീഴ്പ്പെടാം. അങ്ങനെയാണതിന് കേട്ടോ. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞു. ഭാര്യമാരും അത് പ്രത്യേകിച്ച് ഓർത്തോണം. ഭർത്താക്കന്മാരെ നേടാൻ കുറച്ച് വചനം പറഞ്ഞാൽ ഒന്നും നേടാൻ പറ്റത്തില്ല. നമ്മൾ നല്ലതായിട്ട് ഭാര്യമാർ നിന്നാൽ ഭർത്താക്കന്മാർ എത്ര മൂർഖനെയും നന്നാക്കിക്കൊണ്ടുവരാൻ പറ്റും. അവരിൽ വല്ലവരും വചനമനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ അവർ ചേർന്ന് വരും. അപ്പം ഒരു ഭർത്താവിനെ വിശ്വാസത്തിൽ വേണം ഭാര്യ വിചാരിച്ചാൽ വളരെ ഈസിയാണ്. അപ്പം കുടുംബത്തിൻ്റെ ഒരു പ്രധാന പങ്ക് കുടുംബം നയിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. ഭർത്താവ് തലയാണെങ്കിലും
ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പോക്കും ആ സ്ത്രീയിലൂടെയാണ്, അമ്മയുടെയാണ്, ആ ഭാര്യയിലൂടെയാണ്. ഒരു പുരുഷൻ 10 ദിവസം വീട്ടിലില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നും വരത്തില്ല. ഒരു സഹോദരി, ഭാര്യ, അമ്മ ആ വീട്ടിലില്ലെങ്കിൽ ഒരു ദിവസം ബുദ്ധിമുട്ടാവും. കാര്യം എല്ലാ നിയന്ത്രണവും ചെയ്യാൻ അതിന് ഭാര്യമാർക്കേ പറ്റും. ഇതെല്ലാം ദൈവം ഒന്നിച്ചാണ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ. എന്നിട്ട് പറയാണ്, നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നീതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നു, ഇങ്ങനെ പുറമേ ഉള്ളതല്ല അലങ്കാരം. പിന്നെ എങ്ങനെയാണ്? സൗമ്യതയും സാവധാനതയുള്ള മനസ്സെന്ന അക്ഷയപൂർണമായ ഹൃദയത്തിൻ്റെ മനുഷ്യൻ തന്നെയായിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറുക. ഇപ്പം എല്ലാം പുറമേ ഉള്ള ഭംഗിയല്ല നോക്കാം. പക്ഷേ ആ സൗമ്യത, അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ചു, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി ഇരുന്നത്. അങ്ങനെ 7-ാം വാക്യത്തിൽ പിന്നെ ഒരു നിർദ്ദേശം തരികയാണ്. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യയോടുകൂടെ വസിച്ച്, സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവൻ്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നോർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കണം. സഹോദരിമാർക്ക് ബഹുമാനം കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ കുടുംബജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ മുടക്കം വരും. സഹോദരിമാരെ ബഹുമാനിക്കുക, അവരെ അംഗീകരിക്കുക. പരിശുദ്ധാത്മാവ് നമ്മളെ ഇതിനെല്ലാം സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു. ഇന്ന് കുടുംബജീവിതത്തിൽ ആയിരിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തിൽ ഇതയോ അതിന് അടിസ്ഥാനത്തിൽ കുടുംബജീവിതം ക്രമീകരിക്കാൻ എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. അപ്പോൾ തന്നെ ഇനി കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർ വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കുടുംബജീവിതം ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ഡൈവോഴ്സായവരെയൊക്കെ കർത്താവ് യോജിപ്പിക്കണമേ. ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇരു വ്യക്തികളോടും സംസാരിക്കണമേ. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യന് വേർപിരിക്കാൻ അവകാശമില്ലല്ലോ. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളെല്ലാം മുറിഞ്ഞു കിടക്കുന്ന കുടുംബബന്ധങ്ങൾ, തകർന്ന കുടുംബബന്ധങ്ങളുള്ളവർ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവരെ യോജിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയങ്ങളെ തുറക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന രോഗികളെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പുണ്യനാമത്തിൽ പിതാവേ, ആമേൻ. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ, കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. ഒരുമിച്ചുള്ള ജീവിതം ഒരുമയിൽ തന്നെ ജീവിക്കും, ഒന്നിച്ചുണ്ടുറങ്ങും ഞങ്ങൾ, വേർപിരിയില്ല. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലേ, കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും.